നമസ്കാരം. നമുക്കിന്ന് മറ്റൊരു മാസ്റ്റർ സോളിൻ്റെ ഏതാനും പ്രധാന മനുഷ്യജന്മങ്ങളെക്കുറിച്ച് നോക്കാം. നിങ്ങൾ കുദംബൈ സിദ്ധരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. 18 തമിഴ് സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ട അദ്ദേഹം എല്ലാവരെയും പോലെ തന്നെ വിവാഹപ്രായം വരെ സാധാരണ ജീവിതം നയിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് സട്ടൈ മുനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത്. സട്ടൈ മുനി കുദംബൈ സിദ്ധരെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. അദ്ദേഹം തൻ്റെ തപശക്തിയിലൂടെ വരുണമന്ത്രം സ്വായത്തമാക്കി എന്ന് പറയപ്പെടുന്നു. മാനവരാശിക്ക് വേണ്ടി നിരവധി കവിതകൾ രചിക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ജന്മത്തിലേക്ക് പോകാം. ഗലീല കടലിലെ മീൻപിടുത്തക്കാരായ മാതാപിതാക്കളുടെ മൂത്ത മകനായിരുന്നു ജെയിംസ് അഥവാ യാക്കോബ്. ഒരിക്കൽ ജീസസ് ക്രൈസ്റ്റ് തന്നെ അദ്ദേഹത്തിനോടും തൻ്റെ സഹോദരനോടും തൻ്റെ കൂടെ കൂടുവാൻ പറയുകയായിരുന്നു. ജീസസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലെല്ലാം അദ്ദേഹം ഭാഗവാക്കായി. അദ്ദേഹത്തെ ജെയിംസ് ദ ഗ്രേറ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം സ്പെയിനിൽ സുവിശേഷ പ്രചാരണത്തിന്റെ ഇടയിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇനി നമുക്ക് 1400 കാലഘട്ടങ്ങളിലേക്ക് പോകാം. 1469 അദ്ദേഹം ലാഹോറിനടുത്ത് വീണ്ടും ജന്മമെടുത്തു. ചെറുപ്പം മുതലേ ആത്മീയത കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. പരമ്പരാഗതമായ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം തുടങ്ങി. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന സന്ദേശം അദ്ദേഹം ചെറുപ്പത്തിലെ ഉയർത്തിപ്പിടിച്ചു. ഒരിക്കൽ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ അദ്ദേഹത്തെ സിദ്ധന്മാർ മറ്റു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 3-ാം ദിവസം തിരിച്ചെത്തിയ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ വേർതിരിവില്ല, എല്ലാവരും യൂണിവേഴ്സിന്റെ അംശം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഗുരു നാനാക്ക്. അദ്ദേഹം പിന്നീട് ഭാരതത്തിന്റെ 4 ദിക്കുകളിലേക്കും യാത്ര നടത്തി. അദ്ദേഹത്തിന്റെ പ്രധാന തത്വചിന്തകൾ ഇതായിരുന്നു: 1. നാം ജപോ, എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക. 2. കിരത് കറോ, കഠിനാധ്വാനം ചെയ്ത് സത്യസന്ധമായി ജീവിക്കുക. 3. വൻ ചക്കോ, കയ്യിലുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കർത്താർപൂരിലെ കൃഷി ചെയ്തും ശിഷ്യന്മാരെ പഠിപ്പിച്ചും ജീവിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സനാതനധർമ്മത്തിലെ പുതിയൊരു ജീവിത രീതിക്ക് കൂടി തുടക്കം കുറിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത ജന്മത്തിലേക്ക് പോകാം. ഗുരു നാനാക്കിന് ശേഷം വന്ന 9 ഗുരുക്കന്മാർ ഈ ആശയങ്ങളെ വളർത്തി. 9ാമത്തെ ഗുരു ആയിരുന്ന ഗുരു തേജ് ബഹദൂറിന്റെ പുത്രനായി വീണ്ടും അദ്ദേഹം ജന്മമെടുത്തു. ഔറംഗസേബ് തന്റെ പിതാവിനെ വധിച്ചതിന് ശേഷം 9ാം വയസ്സിൽ അദ്ദേഹം സിഖ് ഗുരുവായി ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ പേരാണ് ഗുരു ഗോവിന്ദ് സിംഗ്. 1699 വൈശാഖി ദിനത്തിൽ അദ്ദേഹം ഖൽസ എന്ന സൈനിക നിര രൂപീകരിച്ചു. പുരുഷന്മാർക്ക് അദ്ദേഹം സിംഹം അഥവാ സിംഗ് എന്നും സ്ത്രീകൾക്ക് രാജകുമാരി അഥവാ കൗർ എന്നും പേര് നൽകി. അദ്ദേഹം മുഗൾ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരായി പോരാടി. തനിക്ക് ശേഷം മനുഷ്യന്മാരായ ഗുരുക്കൾ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗുരുഗ്രന്ഥ സാഹിബ് ആയിരിക്കും ഇനി മുതൽ അവരുടെ നിത്യമായ ഗുരു എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ഭാരതീയ ചരിത്രത്തിലെ ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഗുരു ഗോവിന്ദ് സിംഗ്. ഈ മാസ്റ്റർ സോളിന്റെ മറ്റൊരു ജന്മത്തെക്കുറിച്ചറിയാൻ വർത്തമാന കാലഘട്ടത്തിലേക്ക് വരേണ്ടി വരും. സ്വാമി ആനന്ദവനം ഭാരതി എന്നത് ഇന്നത്തെ കേരളത്തിന്റെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. എല്ലാ സിദ്ധന്മാരുടെയും ജീവിതചരിത്രം പരിശോധിച്ചാൽ കാണുന്ന സാമ്യത തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നത്. കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും മാധ്യമപ്രവർത്തനത്തിലും ഏർപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹം തന്റെ ജന്മോദ്ദേശം തിരിച്ചറിയുകയും ആ വഴിയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. അത് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ എന്ന പദവിയിൽ വരെ എത്തിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കേരളം തന്നെയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സത്യയുഗത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം ഇവിടെ നിന്നും ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ നിരവധി സിദ്ധന്മാരുടെയും യോഗിമാരുടെയും പുനർജന്മങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവരെയെല്ലാം അദൃശ്യമായി നയിക്കുന്നത് പ്രപഞ്ചത്തിന്റെ അഗ്നിതത്വവും സനാതനധർമ്മത്തിലെ ദേവസേനാധിപതിയുമായ മുരുകനാണ്. സ്വാമി ആനന്ദവനം ഭാരതിയുടെ ജീവിത ലക്ഷ്യം സനാതനധർമ്മത്തിലെ ഏറ്റവും ശോഷിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ എനർജി ലെവലിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ മഹാമാക്കത്തിലൂടെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൽ കേരളത്തിന്റെ ആത്മീയ ഊർജം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, രജിത് കുമാറും സ്വാമി ആനന്ദവനം ഭാരതിയും തമ്മിൽ പൂർവ്വജന്മ ബന്ധമുണ്ടെന്ന്. അതായത് നന്ദിദേവരുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു കുദംബൈ സിദ്ധർ. അദ്ദേഹത്തിൽ നിന്നും കായകൽപ്പം, രസവിദ്യ, ശരീര സംരക്ഷണം, അഷ്ടവിദ്യകൾ, യോഗവിദ്യ,
ജ്ഞാനവിദ്യ എന്നിവ കടുംബൈ സിദ്ധർ സ്വായത്തമാക്കി. ഈ ജന്മത്തിലും അവർ തമ്മിൽ നല്ല ആത്മബന്ധത്തിലാണ്. അവരുടെ ഐക്യം നമ്മുടെ നാടിനെ നല്ല ഒരു കാലത്തേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഈ മാസ്റ്റർ സോളിന്റെ ഏതാനും മനുഷ്യജന്മങ്ങൾ മാത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. പ്രപഞ്ചത്തിനും അതിന്റെ അംശമായ സോളുകൾക്കും ജാതി മത രാഷ്ട്ര വേർതിരിവൊന്നുമില്ല. എല്ലാം മനുഷ്യന്റെ സാഹചര്യത്തിനനുസരിച്ച് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ധർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. നമസ്തേ.